എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദ് ആപ്പട അസ്വസ്ഥനായിട്ട് നടക്കുകയാണ്. അയ്യപ്പേട്ടനാണ് ഗീതുവിനോട് തന്റെ പ്രണയം പറയാനായിട്ട് പോയിരിക്കുന്നത്. എങ്ങനെയാവും എന്തോ ഒരു സമാധാനം കിട്ടുന്നില്ല. ഈ സമയത്ത് ടെൻഷൻ മൂത്ത ഷിബുവിനൊരു സിഗരറ്റ് മേടിക്കാണ്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഷിബു ഇതുവരെയായിട്ടും വന്നിട്ടില്ല. എന്ത് ചെയ്യാൻ ഓർത്തുണ്ട് ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും അവരുടെ ഒരു തെങ്ങി എത്തുന്ന ഒരു പുള്ളിക്കാരൻ വരുന്നുണ്ട്. പെട്ടെന്ന് ഒന്ന് ഓടിച്ചെന്ന് ചോദിച്ചു, അല്ല ചേട്ടാ ഒരു വീഡിയോ ഉണ്ടാവോ എടുക്കാനെന്ന് ചോദിക്കുകയാണ്. ഈ സമയം പുള്ളിക്കാരൻ ആപാത ചൂടെ ഒന്ന് ഗോവിന്ദനെ നോക്കി. വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ തരാം. സാധാരണ ഗതി ഞാൻ ഇങ്ങനത്തെ ഭൂഷാസികൾക്കൊന്നും ഇങ്ങനെ കൊടുക്കാറുള്ളതല്ല. പിന്നെ സാറിന് ഞാൻ തരാം എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു വീഡിയോ എടുത്തും കൂടി കൊടുക്കുകയാണ്. ഇത് കിട്ടിയതും ഗോവിന്ദ് പെട്ടെന്ന് അത് കത്തിച്ചും കൂടെ വലിക്കുകയാണ്. അങ്ങനെ വലിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഗോവിന്ദനും ഒരു ശ്വാസം മുള്ള പോലെയൊക്കെ അനുഭവപ്പെട്ടു. കാരണം അതൊന്നും പതിവില്ലാത്ത പരിപാടിയല്ലേ. ചുമയ്ക്കോ വിൽക്കോ ഒക്കെ ചെയ്തു. അങ്ങനെ അകത്തേക്ക് കയറി വരുവാണ്. അകത്തേക്ക് കയറിഞ്ഞിട്ട് പുക ഇങ്ങനെ അകത്തേക്ക് വലിച്ചെടുക്കുകയാണ്. ഈ സമയത്ത് അയ്യപ്പേണ്ണും കൂടെ ഗീതും കൂടെ അങ്ങോട്ട് വരുന്നേ. ഈ കാഴ്ച ഗീതു കണ്ടു. ഓഹോ, അപ്പൊ ഇതാ അയ്യപ്പേണ്ണൻ എന്നോട് പറഞ്ഞേ ഗോവിന്ദന്റെ ഏറ്റവും വലിയ പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത്. അപ്പൊ ഇതായിരുന്നില്ലേ കണ്ണേന്റെ പ്രശ്നമല്ലേന്ന് ചോദിക്കോ. അയ്യോ അല്ല കുഞ്ഞെ, ഇതൊന്നും അല്ല, ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് ഗീതു അങ്ങോട്ട് പറഞ്ഞു ചെല്ലുവാണ് ഗോവിന്ദന്റെ അരിയിലേക്ക്. ഗീതു വരുന്നുണ്ട്. ഒരു നിമിഷം ഗോവിന്ദ് ഞെട്ടിപ്പോയി. കാരണം ചുണ്ടത്തിരിക്കുന്ന ബീഡി മാറ്റാനുള്ള സമയം പോലും കിട്ടിയില്ല. പുക മൊത്തം ഗീതുവിന്റെ മുഖത്തേക്കായിപ്പോയി. പെട്ടെന്ന് ഗീതു ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യണം, ആ ചുണ്ടത്തിരിക്കുന്ന ബീഡി അങ്ങ് വലിച്ചെടുക്കണം അങ്ങോട്ട്. ആഹാ, അപ്പൊ കണ്ണേന്റെ പ്രശ്നം ഇതാന്ന് എനിക്ക് മനസ്സിലായില്ല. കണ്ണേറ്റ ഇത്ര വൃത്തിയായിട്ടല്ലേന്ന് ചോദിക്കാം. അല്ല ഞാനിത് എന്ത് ചെയ്യുന്ന. അപ്പൊ കണ്ണേട്ടൻ മാറി എന്നിട്ട് ഇതായിരുന്നു പരിപാടിയില്ലേ, എന്നോട് മദ്യമൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഞ്ചാവല്ലേ വലിക്കുന്നല്ലേന്ന് ചോദിക്കുക. കഞ്ചാവോ? ഇത് കഞ്ചാവടിയല്ലേ, സത്യം പറ എന്ന് പറയാം. കഞ്ചാവടി? ഞാൻ അങ്ങനത്തെ വീഡിയോ ഒന്നും അല്ല വലിച്ചേക്കണേ. ദേ സത്യം പറ ഗോവിന്ദേട്ടാ, അപ്പൊ ഇതായിരുന്നില്ലേ പരിപാടി എന്ന് ചോദിക്കണം. പിന്നീട് കഞ്ചാവിടിയോ? പെട്ടെന്ന് അയ്യപ്പൻ എന്ത് ചെയ്യണം, അയ്യപ്പൻ അത് മേടിച്ച് ചുണ്ടത്തൊന്ന് ചോദിച്ച് വലിക്കുകയാണ്. ആ കുഞ്ഞെ ഇത് മറ്റേതാന്ന് പറയണം. കണ്ടോ, അയ്യപ്പേട്ടൻ തന്നെ പറഞ്ഞു ഇത് കഞ്ചാവിടിയാന്നുള്ള. ഇപ്പൊ എനിക്ക് മനസ്സിലായെന്ന് പറയാം. അയ്യോ കുഞ്ഞെ അതല്ല പറഞ്ഞത്, ഇത് സാധാ വീഡിയാന്നാ പറഞ്ഞേ. പിന്നെ ഞാനങ്ങോട്ട് വിശ്വസിച്ചു പോലും. എന്നാലും എങ്ങനെ കണ്ണേണ്ണ ഇതൊക്കെ തോന്നിയെന്ന് ചോദിക്കാം. എന്റെ പൊന്നു ഗീതു, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. എനിക്ക് ടെൻഷൻ കാണോ, ഇത് ടെൻഷൻ കാണും. അതിന് കണ്ണേണ്ണ ഇപ്പൊ എന്താ ഇതിന് മാത്രം ടെൻഷൻ ഇരിക്കണേ? അല്ല അത് പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കാം. ദേ ഒരു തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. അയ്യപ്പേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചിരിക്കുന്നു ഇത് സാധാ വീഡിയോന്ന്. ഇനി എങ്ങാനും എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഈ ഗീതു ആരാന്ന് അറിയൂന്ന് പറയാണ്. അങ്ങനെ ഗീതു അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഷിബുവിന്റെ പരിവ്. ഷിബു ഒരു പാട്ടൊക്കെ പാടി മൂടി വന്നിട്ട് അതെ അതെ ഗോസാറ് വീട് അല്ല സിഗരറ്റ് മേടിക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, ഇന്നാ സിഗരറ്റ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് ഗോന്ന് കണ്ണും കയ്യോ കാണിക്കുന്നുണ്ട്. വേണ്ട വേണ്ട എന്നുള്ള രീതിയിൽ. പക്ഷെ പാവ ഷിബുവിന് എന്താന്ന് പോലും മനസ്സിലായില്ല. ഈ സമയം ഷിബു പറഞ്ഞു, എന്താ ഗോസാറെ വേണ്ടാന്ന് പറഞ്ഞേ. അപ്പൊ ഗോവിന്ദ് സാറല്ല എന്നോട് പറഞ്ഞ സിസർ മേടിച്ചോണ്ട് ഞാൻ പറഞ്ഞു. ഈ സമയം ഗീത പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങളാ, അങ്ങനെ വരട്ടെ. എന്നിട്ട് തന്നെ വെറുതെ പറ്റിക്കുമായിരുന്നു, ഇതിനു മുമ്പ് വലിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട്. ദേ ഞാൻ എപ്പോ പറഞ്ഞു സാർ ഇങ്ങനെ പറയും, സാറല്ലേ പറഞ്ഞ എന്തോ ഓയിലും മുക്കിയിട്ട് അത് വലിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ശരിയാവുന്നുള്ള കാര്യം. ഓഹോ അപ്പൊ അതല്ലേ, അപ്പൊ മറ്റേ ഓയിൽ ചേർത്ത് വലിക്കാനായിട്ടിരുന്നു കണ്ണേന്റെ ഭാവം. ശരിക്കും പറഞ്ഞ തലവേദനയ്ക്കുള്ള ആ ഓയിലത്തെ പെട്ടിട്ട് വലിക്കുവാണെങ്കിൽ തലവേദന കുറയുമെന്നാണ് ഗോവിന്ദ് ഉദ്ദേശിച്ചത്. പക്ഷെ നേരെ തിരിഞ്ഞുപോയി. അത് ഗീത് തെറ്റിദ്ധരിച്ചു. ഇത് കേട്ടാൽ ഗീതിനത് സഹിക്കാൻ പറ്റില്ല. അപ്പം കണ്ണേന്റെ എല്ലാ രീതിയിലും നശിച്ചു പോയില്ലേ. മദ്യം നിർത്തിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതിനേക്കാളും കൂടിയ സാധനങ്ങളാണ് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ. ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാനൊന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞ് ഗീതു മുറിയിലേക്ക് കയറി ഇങ്ങോട്ട് പോവാണ്. ഈ സമയം അയ്യപ്പേട്ടൻ പറഞ്ഞ കുഞ്ഞാ എല്ലാം പെട്ടുപോയല്ലോന്ന് പറഞ്ഞു. ദേ കൂടുതൽ പറയരുത്, എനിക്ക് നല്ല ഭ്രാന്ത് പിടിച്ചിരിക്കുവാന്ന് പറയണം. ഈ സമയം ഷിബു പറഞ്ഞു, അല്ല ഗോവിന്ദ് സാർ സിഗരറ്റ് മേടിക്കാൻ പറഞ്ഞിട്ട് പിന്നീട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിൽക്കും ഒന്നും മിണ്ടാതെ പൊക്കോ, എന്റെ കൺമുനി ഒറ്റ അണത്തിലെ പോലും കണ്ടേക്കരുതെന്ന് പറയണം. ഈ സമയം അയ്യപ്പേട്ടൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഗോവിന്ദ് വരട്ടെന്ന് പറഞ്ഞു. ഷിബു പറഞ്ഞ കാര്യം എത്ര കറക്റ്റാ. ചെറിയ കാര്യമാണെങ്കിൽ അത് ഊതി പെരിപ്പിച്ച ഇത്ര വലിയ കാര്യമാക്കാനായിട്ട് അയ്യപ്പേട്ടനെ കഴിഞ്ഞിട്ട് ആളുള്ളൂ. എന്റെ കൺമുനി കണ്ടേക്കല്ലെന്ന് പറയണം. പിന്നീട് ഗോവിന്ദ് നേരെ മുറിയിലേക്ക് കയറി ചെല്ലുവോ. ഈ സമയം സമതല തെറ്റി പോലെ അലമാരിക്കകത്തിൽ കിടക്കുന്ന ഫുൾ ഡ്രസ്സും വാരി വലിച്ചിട്ടുവാണ് ഗീതു. നീ എന്താ ഗീതു കാണിക്കണേ, എന്താ നീ നോക്കണമെന്ന് ചോദിക്കണം. ആ ഓയിൽ എവിടെ ഇരിക്കുന്നേ? ഏത് ഓയില്? എന്ത് ഓയില്? സത്യം പറഞ്ഞു, സത്യം പറഞ്ഞ രക്ഷപ്പെടാം. നീ ഏത് ഓയിലിന്റെ കാര്യം പറഞ്ഞേ? ആ മറ്റേ ഓയിൽ, ഹാഷിഷ് ഓയില്. ഹാഷിഷ് ഓയിലോ? അതെവിടുന്ന്? അല്ല ഗോവിന്ദയുടെ സിഗരറ്റിനകത്ത് മുക്കി വലിക്കാൻ പറഞ്ഞ ആ ഓയിലില്ലെന്ന് ചോദിക്കും. എന്റെ പൊന്നോ അതൊന്നും അല്ല, ഞാൻ തലവേദനയ്ക്കുള്ള ഓയില്. പിന്നെ ഇതൊക്കെ ഞാൻ എത്ര കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഗീതു വീണ്ടും ഭാര്യ വലിക്കണം. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, ഞാൻ പറയുന്നത് വിശ്വസിക്കാം, ഞാൻ മദ്യം കുടിച്ചത് ശരി തന്നെയാ, പക്ഷെ ഇമാതിരി സാധനങ്ങൾ കണ്ടിട്ടുമില്ല, ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല, ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറയാം. പെട്ടെന്ന് ഗീതു പറഞ്ഞു, സത്യമാണോ? സത്യമായിട്ടുള്ള കാര്യം പറയണേ, അതെനിക്ക് ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ടാ. അല്ല കണ്ണേണ്ട എന്താ ഇതിന് മാത്രം ടെൻഷൻ? അല്ല അത് പിന്നെ മനസ്സിലായി എനിക്ക് എന്താന്നുള്ള കാര്യം. എന്താ? രഞ്ജുവിനെ കൊണ്ടുവരുന്ന കാര്യം ഓർത്തിട്ടായിരിക്കും അല്ലേ?
ഓ എന്റെ പൊന്നെ ഇവളോട് ടെൻഷനുണ്ട്. തന്റെ മനസ്സിലുള്ള കാര്യം എന്താന്ന് ഇവളോട് ഇനി എങ്ങനെയാ തുറന്നു പറയാൻ? ചങ്ക് പറിച്ച് കാണിച്ചാലും ചെമ്പരത്തി പോന്ന അവള് പറയുള്ളൂ എന്നും പറഞ്ഞ ഗോവിന്ദന് നല്ല ദേഷ്യം വരില്ല. പക്ഷെ ഗോവിന്ദ് പറഞ്ഞു ശരിയാ, ഗീത് പറഞ്ഞ ശരിയാ, രഞ്ജുവിനെ കുറിച്ചുള്ള കാര്യം എടുത്തിട്ട് അതെ ഇനി അതിനെക്കുറിച്ച് ഒരു ടെൻഷനൊക്കെ വേണ്ട. അതിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഇനി ആരും ആ കാര്യം പറഞ്ഞിട്ട് ഗോവിന്ദനെ ശല്യപ്പെടുത്തുകയല്ല. രഞ്ജുവിന് ഇവിടെ എത്ര കാലം വേണം സുഖമായിട്ട് ഒന്ന് ജീവിക്കാം. ഇതിന്റെ പേരിൽ രാധികാമ്മയെ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് പറയണം. ശരിയാണോ? ശരിയാ, എന്നാൽ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ പൊക്കോളാൻ പറയണേ. അങ്ങനെ ഗോവിന്ദ മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അവിടെ പുറത്ത് വന്നപ്പോൾ അയ്യപ്പെട്ട പറഞ്ഞു അതെ കുഞ്ഞ് നല്ലൊരു ഐഡിയ ഉണ്ട്. ഇപ്പോഴാ പ്രണയം തുറന്നു പറയാൻ പറ്റിയ സമയം എന്ന് പറയണം. അയ്യപ്പേട്ട പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല എന്ന് പറയണം. അതെന്താ കുഞ്ഞ് അങ്ങനെ പറഞ്ഞേ? എൻ്റെ അയ്യപ്പേട്ട എന്നാ സ്ഥലകാല ബോധമില്ലേ? അല്ലെങ്കിൽ തലയ്ക്ക് ഇച്ചിരിയെങ്കിലും ആളതാമസം ഉണ്ടോ എന്ന് ചോദിക്കുക. അതെന്താ കുഞ്ഞ് അങ്ങനെ പറഞ്ഞേ? അല്ലെങ്കിൽ തന്നെ ഗീതു അവിടെ പ്രാന്ത് പിടിച്ചോണ്ടിരിക്കുക. ഈ സമയത്ത് ഇനി പ്രണയം കൂടെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ചെന്നാൽ മതി, അതിൻ്റെ കൂടെ ഒരു കുറവുള്ളെന്ന് പറയണം. അയ്യപ്പെട്ട അന്നൊരു കാര്യം ചെയ്യുക, പ്രണയം തുറന്ന് പറയണ്ട. ഇങ്ങനെ കാമുകന്മാരായിട്ട് ഇരിക്കുന്നതായിരിക്കും എൻ്റെ രസം എന്ന് പറയാം. കാമുകൻ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. കാമുകൻ ഇങ്ങനെ പ്രണയം ഇങ്ങനെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറയാം. അതിന് അയ്യപ്പേണ്ണ ഇതിനു മുമ്പ് പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ല ഇപ്പൊ അയ്യപ്പേണ്ണ വല്ല സെറ്റപ്പും ഉണ്ടോ? അയ്യപ്പേണ്ണ ഈ പ്രായത്തിലും എൻ്റെ പൊന്നു കുഞ്ഞെ, വയ്യാത്ത പട്ടി എന്തിനാ കയ്യാലെ കയറാൻ പോകുന്നേ? ആയ പ്രായത്തിൽ പോയിട്ടില്ല, പിന്നെയാണ് ഇനി ഞാൻ പോകുന്നത്. എനിക്ക് കാമുകനൊന്നും ഇല്ല. അതെ ഞാൻ കുഞ്ഞിന്റെ കാര്യമാണ് പറഞ്ഞേ. കുഞ്ഞും ഗീത കുഞ്ഞ് നമ്മളുടെ പ്രണയത്തെ പറ്റി പറഞ്ഞു. ഒന്ന് മിണ്ടാതെ വെക്കോ. അയ്യപ്പേണ്ണ ഇപ്പൊ ഈ കുരിശു മൊത്തം എൻ്റെ തലയിലേക്ക് വലിച്ചു വെച്ചേ. ഈ സമയത്ത് താഴെ ഒരു ഓട്ടോറിക്ഷ വന്ന് നിന്നേ. നോക്കിക്കഴിഞ്ഞപ്പം വിലാസിനെ ഒരു കവറൊക്കെ തൂക്കി ഇറങ്ങുവാണ്. ആഹാ വരുന്നുണ്ടല്ലോ, ഇന്ന് എന്ത് പരിപാടിയായിട്ടും വരിക്കുന്നത്, എന്തോ കൂടാത്ത മന്ദമായിട്ടാ വരുന്നതെന്ന് തോന്നുന്നു അയ്യപ്പേട്ടൻ പറയണം. എന്തോ കാര്യസാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഈ വരവ്. അങ്ങനെ പതുക്കെ വിലാസിനെ ഇറങ്ങി അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ എന്ത് ചെയ്യണം? ഗോവിന്ദൻ പതുക്കെ അയ്യപ്പേട്ടൻ്റെ അടുത്തുനിന്ന് താഴേക്ക് ഇറങ്ങി ചെല്ലുക. അങ്ങനെ വിലാസിനെ കയറി വരുമ്പോൾ ഗീതും രേഖയും കാഞ്ചനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കാഞ്ചന പറഞ്ഞു എന്നാലും ഓ ഗോവിന്ദമാമൻ ഇങ്ങനത്തെ ഒരാളല്ലേ, ലഹരിയല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കാം. ഈ സമയത്ത് രേഖ പറഞ്ഞു ഇത് ഞാൻ വിശ്വസിക്കില്ല. വരണേട്ടന്റെ കാര്യത്തിലാണെങ്കിൽ ഉറപ്പായിരുന്നു വരണേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തേനെ, പക്ഷേ ഗോവിന്ദൻ അങ്ങനെയും ചെയ്യില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടെന്ന് പറയണം. എന്നാലും ഗോവിന്ദമാമനെ കുറിച്ച് ഞാൻ ഇത്ര പ്രതീക്ഷയില്ല. ഈ സമയത്താണ് വിലാസിനിയുടെ വരവ്. വിലാസിനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഓ വരുന്നുണ്ടല്ലോ, ആഹാ കൊള്ളാലോ, എന്നൊരു സഞ്ചിയൊക്കെ തൂക്കിക്കൊണ്ടാണല്ലോ വരുന്നതെന്ന് കാഞ്ചന പറയാം. ഇന്ന് എന്ത് പരിപാടിയായിട്ടാണോ വരുന്നത്? എന്തോ വലിയ പ്ലാനൊക്കെ ആയിട്ടാണ് വരണേന്ന് തോന്നുന്നത്. ഈ സമയം ഗീതു പതുക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്നു. വിലാസിന് കൊണ്ടുവന്ന ആ ഒരു കവറൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് അവിടെ ആ ചെയറിലേക്ക് ഇരിക്കുവാണ്, മടുത്തതുപോലെ ഇരിക്കുവാണ്. പെട്ടെന്ന് അങ്ങോട്ട് എന്നിട്ട് എന്താ അമ്മേ എന്ത് പറ്റിയെന്ന് ചോദിക്കാം. ഞാൻ മോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. എന്താ ഇപ്പം എന്നെ കാണാനായിട്ട് ഇത്ര അത്യാവശ്യമായിട്ട്? ഇന്നലെ വീഡിയോ കോൾ വിളിച്ചു, പിന്നെ ഇന്ന് എന്നെ കാണാൻ വന്നു, എന്തോ വലിയ കാര്യസാധ്യത ഉണ്ടല്ലോ എന്ന് പറയണം. അത് മോളെ എനിക്കൊരു വലിയ കാര്യം ഉണ്ടെന്ന് പറയണം. കാര്യം? അതെന്ത് കാര്യം? അതെ ഞാനേ വീട്ടിലുണ്ടായ കുറച്ച് സദ്യ ഇതൊക്കെ ഇന്ന് ഞാൻ പതിവിലും വീട്ടിലായ കുറേ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മോൾക്കും അത് കൂടി കുറച്ച് എനിക്ക് തരണമെന്ന് തോന്നി. പായസവും എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കാഞ്ചന ഏക്കോട് പറഞ്ഞു ഇതൊന്നും പതിവില്ലാത്ത ആളോ, ഇതിനകത്ത് എന്തോ ഒരു ചതിയുണ്ട്. ഈ സമയത്താണ് ഗോവിന്ദ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്, സ്റ്റെയർ ഇറങ്ങി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവരാരും ഗോവിന്ദനെ കണ്ടില്ല. ഈ സമയത്ത് വിലാസിന് പറഞ്ഞു അതെ എൻ്റെ കൈ കൊണ്ട് മോൾക്ക് ഒരു ഉരുള ചോറ് വാരുത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ കുഞ്ഞുനാളിലല്ലേ ഇങ്ങനെയൊക്കെ തന്നിട്ടോ, മോളും വലുതായി കഴിഞ്ഞിട്ട് തന്നിട്ടില്ലോ എന്ന് പറയണം. അല്ല അതിനിപ്പോൾ എന്താ, ഞാൻ വലുതല്ലേ അമ്മ, എനിക്ക് വാരി കഴിക്കാൻ അറിയാവുന്ന പ്രായമല്ലേന്ന് ചോദിക്കാം. അതല്ല മോളെ എനിക്കിപ്പോൾ അങ്ങനെ ഒരു തോന്നിയെന്ന് പറയണേ. ഈ സമയം കാഞ്ചന പറഞ്ഞു എന്നാ സൂക്ഷിക്കണം, മിക്കവാറും ആ ചോറിനകത്ത് വിഷം കലക്കിയിട്ടുണ്ടായിരിക്കും, അങ്ങനെ വിഷം ഉരുട്ട് വായിലേക്ക് വെച്ച് തരാനാ നോക്കണമെന്ന് പറയണം. ഇത് കേട്ടതും ഗോവിന്ദൻ്റെ ഒറ്റ അലർച്ചയായിരുന്നു. കാഞ്ചനാന്ന് വിളിക്കുകയാണ്. കാഞ്ചന ഞെട്ടിത്തിരിഞ്ഞ് ചോദിക്കും നീ എന്താ പറഞ്ഞതെന്ന് അറിയാമെന്ന് ചോദിക്കണം. അതെ ഗീതുവിൻ്റെ അമ്മയാ, ആ ഒരു ചിന്ത വേണം, എപ്പോഴും എന്തും വിളിച്ചു പറയാനാവരുത്. നിന്റെ അമ്മ നിനക്ക് വിഷം കൂട്ടി തന്നാണോ നിന്നെ വളർത്തിയെന്ന് ചോദിക്കുക. പിന്നെ രേഖയോട് ചോദിച്ചു ഇവൾക്ക് ഇതെങ്ങനെ പറയാനായിട്ട് ആരെ ലൈസൻസ് കൊടുത്തേ, സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് എന്താ പറയണമെന്നൊരു ബോധം പോലും ഇല്ലാത്തേ. പെട്ടെന്ന് രേഖ പറഞ്ഞു കാഞ്ചന കയറി പോകാൻ പറയണം. അല്ല ഞാൻ നിന്നോട് കയറി പോകാനല്ലേ പറഞ്ഞെന്ന് ചോദിക്കണം. കാഞ്ചന അങ്ങോട്ട് അകത്തേക്ക് കയറി പോകണം. ഈ സമയത്ത് ഗോവിന്ദനെ കണ്ടതും വിലാസിനെ പെട്ടെന്ന് ഗോവിന്ദൻ്റെ എല്ലിലേക്ക് വരുവാണ്. എന്നിട്ട് അതെ എനിക്ക് കുഞ്ഞിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്, പുറത്തേക്കൊന്ന് വരുമോയെന്ന് ചോദിക്കണം. വരാമെന്ന് പറയണം. പെട്ടെന്ന് ഗീത ഓർത്തിയത് എന്ത് പറ്റി അമ്മയ്ക്ക് ഭയങ്കര മാറ്റമാണല്ലോ. അതെ ഒരു കാര്യം ചെയ്യും, മോള് ചോറൊക്കെ എടുത്ത് വെക്കുക, ഞാൻ അപ്പത്തേനും കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ വിളിച്ചിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങണം. ഈ സമയം രേഖ വന്നിട്ട് പറഞ്ഞു എന്തോ മാറ്റം ഉണ്ടല്ലോ ഗീതു എൻ്റെ അമ്മയ്ക്ക്, എന്താ കാര്യം നടത്തില്ല, പണ്ടത്തെ പോലെയല്ല, മോത്തൊക്കെ ഒരു നല്ല ക്ഷീണം തോന്നുന്നുണ്ടെന്ന് പറയണം. ഗീതു പറഞ്ഞു ശരിയാ എനിക്കും അത് തോന്നിയെന്ന് പറയണം. അങ്ങനെ പുറത്തേക്ക് പോയി നിൽക്കുക. പുറത്ത് പോയി നിന്നിട്ട് വിലാസിന് പറഞ്ഞു അതാ എനിക്ക് കാര്യം പറയാനുണ്ട്. അല്ല പറഞ്ഞോ, കാര്യം എന്താന്ന് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലോ. എൻ്റെ അറിയാലോ ഞാൻ ഒത്തിരി തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് കുഞ്ഞിനോട്, കാരണം അത് ഭദ്രേടൻ്റെ ഒപ്പം നിന്ന് ഭദ്രേടൻ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ അവസാനം എനിക്കിട്ട് തിരിച്ചടി കിട്ടി.
തലവേദന എന്ന് എപ്പോഴും പറഞ്ഞ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് പണം മേടിക്കാനും ഞാൻ പല നമ്പറുകളും ഇറക്കിയിട്ടുണ്ട്. അവസാനം പുലി വരുന്നേ എന്ന് പറഞ്ഞ് അവസാനം പുലി വന്നു കഴിഞ്ഞപ്പോഴും ആരും ഞാൻ പറയുന്നതൊന്നും വിശ്വസിച്ചിട്ടുമില്ല. പക്ഷേങ്കിൽ ആ സമയത്തൊക്കെ എനിക്ക് താങ്ങായും തള്ളായിട്ട് നിന്നേ ഒരേ ഒരാളുള്ളെന്ന് പറയാണ്. ഈ സമയത്ത് ഗീതു അങ്ങോട്ട് വരുന്നത്. ഗീതു കേട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതെന്താ അമ്മ ഈ പറഞ്ഞുകൊണ്ട് വരുന്നേ, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എല്ലാം ഗീതുവും ശരിക്കും കേൾക്കാം. ഈ സമയത്ത് വിലാസിന് എൻ്റെ മക്കൾ പോലും എന്നെ വിശ്വസിച്ചില്ല. പക്ഷെ എന്നെ വിശ്വസിച്ച ഒരാളുണ്ടായിരുന്നു, അത് കുഞ്ഞായിരുന്നു. ഇത്ര ഞാൻ ദ്രോഹിച്ചിട്ടും എന്നോട് ഈ സ്നേഹം കാണിക്കാനായിട്ട്. ഈ സമയം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോതം പറഞ്ഞു, അതൊന്നും ഓർത്തിനും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഒരു സർജറി ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കണം. പെട്ടെന്ന് ഗീതു ചോദിച്ചാൽ അമ്മയ്ക്ക് സർജറിയോ, ഇത് എന്താ സംഭവം, ഒന്നും മനസ്സിലാവുന്നില്ലോ എന്നോർത്ത് ഗീതു ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിരിക്കണം. അല്ല കുഞ്ഞ്, എനിക്കറിയാം നീ പറയണ്ട, സർജറി ചെയ്താൽ തീരത്തൊന്നുമില്ല, എനിക്കറിയാം. ഇനി അധികം എനിക്ക് ആയുസില്ലെന്നല്ലേ, എനിക്ക് ബ്രെയിൻ ട്യൂമറാന്നുള്ള കാര്യം അതെനിക്ക് എത്ര മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്നറിയോ. ഇത് കേട്ടാൽ ഗീതു ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പോകണം. അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമറോ, ഇതെന്തായി കേൾക്കണേ. പിന്നീട് പറഞ്ഞു, കുഞ്ഞ് ഞാൻ പോലും അറിയാതെ എനിക്ക് ഈ സഹായങ്ങൾ ചെയ്തു തന്നിരിക്കുന്നത്. ഡോക്ടറോട് പറഞ്ഞ് സർജറിക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ എനിക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല കുഞ്ഞെ, എനിക്കിനി അധികം ആയുസില്ല. എനിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട് കുഞ്ഞ് എത്ര നല്ലവനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പോലും അറിയാതെ ഡോക്ടറോട് പറഞ്ഞ് കാര്യങ്ങളെല്ലാം ശരിയാക്കി. ഇത് കേട്ടോ ഞെട്ടിത്തെരിച്ചു വയ്ക്കുകയാണ് ഗീതു. കാരണം ഗോവിന്ദനെ കുറിച്ചുള്ള വലിയ സത്യങ്ങൾ അറിയായിരുന്നു. ഇത് എത്ര നല്ല മനുഷ്യനാണ്, തൻ്റെ അമ്മേനെ താൻ പോലും അറിയാതെ കെയർ ചെയ്യുന്നു. അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ ഗീതോടൊന്ന് പൊട്ടിക്കരയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.